പത്തനംതിട്ട ചിറ്റാറിലെ സന്ദീപിന്റെ കൊലപാതകത്തിൽ 3 പേർ അറസ്റ്റിൽ. അട്ടത്തോട് സ്വദേശി കൃഷ്ണൻകുട്ടി, സുഹൃത്ത് ഗോപി, ചെങ്ങറ സ്വദേശി സുരേഷ് കുമാർ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. അതേസമയം വാരിയിൽ ഒടിഞ്ഞ് ശ്വാസകോശത്തിലും കരളിലും കയറിയതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രസാദ് MG ഉണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, വിവരങ്ങൾ. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കേസിന്റെ ചുരുളാണ് ഇന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി R ആനന്ദിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ 3 പ്രതികളെയും അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡ് ചെയ്തേക്കുകയാണ്. ഇതിന് സംഭവമായിട്ടുള്ളത് ഇന്നലെ രാത്രിയോട് കൂടിയാണ്. പത്തനംതിട്ട ചിറ്റാർ സ്വദേശി സന്ദീപ് വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു കുഴിയിൽ അവശ നിലയിൽ കാണപ്പെടുകയും തുടർന്ന് ബന്ധുക്കളൊക്കെ ഈ വിവരം അറിഞ്ഞ് ഈ സന്ദീപിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയും തുടർന്ന് സന്ദീപ് അവിടെ വെച്ച് മരണമടയുകയൊക്കെ ചെയ്തിരുന്നു. തുടർന്ന് ഈ സന്ദീപിനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ അവിടെ എത്തിച്ചവരെ തന്നെ ഇതിന്റെ CCTV ദൃശ്യങ്ങളെ പരിശോധിക്കണമെന്നുള്ള അടിസ്ഥാനത്തിലാണ് സന്ദീപിന്റെ അച്ഛനും മറ്റു ബന്ധുക്കളും ഒക്കെ പോലീസിൽ സന്ദീപിന്റെ മരണത്തെക്കുറിച്ച്, അസ്വാഭാവികതയെക്കുറിച്ച് അന്വേഷണം നടത്തി. ഈ CCTV ദൃശ്യങ്ങളാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് ഏറ്റവും വലിയ ഒരു തുമ്പായി കിട്ടിയത്. അവര് സഞ്ചരിച്ചിരുന്ന ആ ഒരു ജീപ്പിന്റെ നമ്പർ തുടർന്ന് ഇന്നലെ രാത്രി തന്നെ ഈ ജീപ്പ് ആരുടേതാണെന്നും ഇന്നലെ രാത്രി തന്നെ ഈ ജീപ്പിൽ സഞ്ചരിച്ചിരുന്ന 3 പേരെ അറസ്റ്റ് ചെയ്യുകയും അവര് നായാട്ടിന്, അതായത് ഈ പത്തനംതിട്ട ഈ ചിറ്റാർ മേഖലയൊക്കെ വനമേഖലയൊക്കെ ഉണ്ട്, അവിടെ നായാട്ടിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ, നാടൻ തോക്ക് ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ ഈ വാഹനത്തിൽ നിന്നും കണ്ടെടുക്കുകയും ഈ അസ്വാഭാവിക മരണത്തെക്കുറിച്ച് അന്നേരം തന്നെ പോലീസിന് സംശയമുള്ളത് കൊണ്ട് തെളിവ് കിട്ടാത്തതിനാൽ ഈ നാടൻ തോക്കും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ഈ നിയമാനുസൃതമല്ലാത്ത ഒരു ആക്സ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് ഉൾപ്പെടുത്തിയാണ് ഇവരെ ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തത്. പക്ഷേ ഇന്ന് രാവിലെ നമ്മളോട് ഈ മരിച്ച സന്ദീപിന്റെ അച്ഛൻ സദാനന്ദൻ പറഞ്ഞു ഇതിനകത്ത് മരണത്തിൽ ഒരു ദുരൂഹതയുണ്ടെന്നും ഒരു യുവതിയുമായി, അതായത് വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു യുവതിയുമായുള്ള ഈ സന്ദീപിന്റെ സാമ്പത്തിക ഇടപാടും മറ്റുമൊക്കെ ഇത് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ വനിതാ സുഹൃത്തിന്റെ ബന്ധുക്കളും അടുത്ത ഉള്ള സുഹൃത്തുക്കളും ചേർന്നാണ് സന്ദീപിനെ മർദ്ദിക്കുകയൊക്കെ ഉണ്ടായെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആ സംശയം പ്രകടിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ബന്ധപ്പെട്ട അധികാരികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ ആദ്യം തീരുമാനിച്ചെങ്കിലും തുടർന്ന് ഇന്ന് ഉച്ചയോടുകൂടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് സന്ദീപിന്റെ മൃതദേഹം മാറ്റുകയും അവിടെ പോലീസ് സർജന്റെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവരെ 3 പേരെയും ഇന്നലെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ആയുധം, അതായത് ഈ നാടൻ തോക്ക് ഉപയോഗിച്ചെന്നുള്ള ഒരു കേസിലാണ് ഇവരെ കസ്റ്റഡിയിൽ ഏറ്റിരുന്നത്. അപ്പോഴും പോലീസിന് ഈ പ്രതികൾ ഈ മരണകാലത്തെ ഉത്തരവാദികളായതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഉച്ചയോടുകൂടി പോലീസ് സർജൻ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന്തര അവയവങ്ങൾക്കേറ്റ ക്ഷതവും വാരിയലിന്റെ ഉള്ളിലേക്ക് വന്നതിന് ശേഷമാണ് സന്ദീപിന്റെ മരണം ഉറപ്പു വരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ഈ ചിറ്റാറിൽ തന്നെയുള്ള സ്വദേശികളായിട്ടുള്ള ഗോപി, കൃഷ്ണൻകുട്ടി, ഒപ്പം തന്നെ ഇതിലെ 1ാം പ്രതിയായിട്ടുള്ള നാടൻ തോക്ക് കൈവശം വെച്ചിട്ടുള്ള സുരേഷ് എന്നിവരെയാണ് ഈ കൊലക്കേസിലെ പ്രതികളായി അറസ്റ്റ് ചെയ്തത്. അപ്പൊ ആദ്യം പോലീസ് നാടൻ തോക്ക് കൈവശം വെച്ചെന്നുള്ള അറസ്റ്റ് ഇനിയും മാറ്റി നാളെ തന്നെ കോടതിയിൽ ഇവർക്കെതിരെയുള്ള കുറ്റപത്രം സമർപ്പിക്കും. ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ് മാറ്റിയതിനു ശേഷം ഇവരെ കൊലക്കേസ് പ്രതികളിൽ നിന്നുള്ള ഒരു കേസായിരിക്കും നാളെ കൊടുക്കുന്നതിന്. തുടർന്ന് ഈ അന്വേഷണ സംഘത്തിലേക്ക് കോടതിയുടെ അനുമതി വാങ്ങി അന്വേഷണത്തെ മറ്റും തെളിവെടുപ്പിനായി ചിറ്റാറിൽ എത്തിക്കും. കാർത്തോ. ശരി, വ്യക്തമാണ്. പ്രസാദ് MG ആണ് വിവരങ്ങൾ നൽകിയത്.